പുതുയുഗ യാത്ര നടത്തിയപ്പോൾ ഞങ്ങൾ കുറേ ഇൻട്രാക്ഷൻസ് നടത്തി പലരുമായിട്ട്. അവിടെ കോഴിക്കോട് ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി വന്നു. വളരെ ഇമ്പ്രസീവായി, വളരെ മനോഹരമായി ലോ കോളേജിലെ അധ്യാപകരുടെ പ്രശ്നം, അധ്യാപകരില്ലാത്ത പ്രശ്നം, അവരനുഭവിക്കുന്ന വിഷയം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഞാനത് അന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ അപ്പോൾ വാക്ക് കൊടുത്തു, ഞങ്ങളുടെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് വന്ന ഉടൻ തന്നെ ഞാൻ ഇതിന്റെ ഫയലെല്ലാം അന്വേഷിച്ചു. പിന്നെ റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സെക്രട്ടറി ഡോക്ടർ അശോകും എല്ലാം വലിയ ഉത്സാഹത്തോടു കൂടി എടുത്തു. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഈ അഡ്വൈസ് മെമ്മോ അയക്കാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ദീർഘമായ പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നിങ്ങളെ ഏറ്റെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രൊഫഷൻ എന്ന് പറയുന്നത് അധ്യാപകരുടെ ജോലിയാണ്. അതിനേക്കാൾ വലിയൊരു ജോലിയില്ല. ഞങ്ങളുടെയൊക്കെ ജോലിയുടെ ഒരു പ്രശ്നമുണ്ട്. സ്ഥാനത്തിരിക്കുമ്പോൾ മാത്രമുള്ള ആളുകൾക്ക് ബഹുമാനമുള്ളത്, അത് പോയാൽ ആർക്കില്ല. നിങ്ങളുടെ അതല്ല. നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ജീവിതാവസാനം വരെ ആ ബഹുമാനവും ആദരവും സ്നേഹവും ഉണ്ടാവും. അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജാണ്, അസാമാന്യമായിട്ടുള്ളൊരു പ്രിവിലേജാണ്. എവിടെ പോയാലും എത്ര പ്രായമായാലും ഒരു വിദ്യാർത്ഥി എവിടെ നിന്നെങ്കിലും ഓടി വന്നിട്ട് പറയും, ടീച്ചറോ സാറോ എന്നെ പഠിപ്പിച്ചാണെന്ന് പറയും. ബഹുമാനത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണുന്നത്. വേറൊരു പ്രൊഫഷനും കിട്ടാത്ത, ജീവിതാവസാനം വരെ കിട്ടുന്ന ഒരു അംഗീകാരം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു പ്രൊഫഷനാണ്. അതിന്റെ ഗൗരവത്തോടു കൂടി, ഉത്തരവാദിത്തത്തോടു കൂടി അത് ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, നിയമ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം, എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, കേരളം ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മികച്ച സർവകലാശാലകൾ, ലോകത്തിലെ ലെഗസി യൂണിവേഴ്സിറ്റീസ് ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ രൂപീകരിച്ച് ലോകത്തിലെ ഏറ്റവും പുതിയ കോഴ്സുകൾ, നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലത്ത് ഏറ്റവും വലിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭം കൂടി ആലോചിക്കുക. ഞങ്ങളൊരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കി എക്സ്പേർട്ടുകളെ നിയോഗിച്ച് ലോകത്തെ ഓരോ രംഗത്തും നടക്കുന്ന മാറ്റങ്ങൾ, പുതിയ ജോലിയുടെ സ്വഭാവത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള എക്സ്പേർട്ട് കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുക. അവരെ ആ റിപ്പോർട്ട് ഗവൺമെന്റിന് തന്നാൽ ഗവൺമെന്റ് കരിക്കുലം റീസ്ട്രക്ചർ ചെയ്ത് പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ ആരംഭിക്കും. ഇൻഡസ്ട്രിയുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ആരംഭിക്കാനുള്ള പദ്ധതികളാണ്. ഇപ്പോൾ പോർട്ട് സിറ്റിയാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയുടെ കൂടെ അതിന്റെ കൂടെ ഒരു അക്കാഡമിക് പ്രോഗ്രാം കൂടി ഞങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ മാരിടൈം ലോ, കേരളത്തിൽ കാര്യമായിട്ട് മാരിടൈം ലോയ്ക്ക് വളരെ കുറവാണ് സാധ്യതകൾ. അപ്പൊ ഇനി ഒരുപാട് സാധ്യതകൾ വരും. മാരിടൈം ലോ കേരളത്തിൽ ഒരു വലിയ ചാപ്റ്ററായി മാറും. ലോജിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാകും. അതുപോലെയുള്ള പുതിയ നിയമത്തിന്റെ പുതിയ ബ്രാഞ്ചസ്, ഈ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ നിയമത്തിൽ പുതിയതായ ശാഖകൾ ഉണ്ടാകും. അതുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ സബ്ജക്റ്റുകൾ കൂടി നിയമവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി മാറ്റും. ഞാൻ ഹൈക്കോടതിയിലെ പഴയ ബാർ അസോസിയേഷൻ മെമ്പർ എന്ന നിലയിൽ മുഖ്യമന്ത്രി ആയപ്പോൾ അവരൊരു സ്വീകരണം തന്നിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, അഡ്മിറാൽറ്റി കോർട്ട് ഉണ്ടാക്കണം. ഇപ്പൊ ബോംബെയിൽ മാത്രമേ ഉള്ളൂ അഡ്മിറാൽറ്റി കോർട്ടുകൾ. നമുക്കിനി കേരളത്തിൽ അഡ്മിറാൽറ്റി കോർട്ടുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ നിയമരംഗത്ത് കാലഹരണപ്പെട്ട തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി മാറ്റി നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്ത്, ഇപ്പോഴത്തെ ഈ നോളജ് എക്സ്പ്ലോഷന്റെ കാലത്തുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പുതിയ സംവിധാനം ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നിയമവിദ്യാഭ്യാസ രംഗത്തും സമഗ്രമായ മാറ്റം വരുത്താൻ നിയമവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് മന്ത്രിയും സെക്രട്ടറിയും കുറേ പ്രപ്പോസൽ തന്നിട്ടുണ്ട്. അത് നിയമവിദ്യാഭ്യാസത്തിന് ഡയറക്ടറേറ്റ് രൂപീകരിക്കാനും നിയമ സർവകലാശാല രൂപീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് ഗൗരവമായി ഗവൺമെന്റ് പരിശോധിച്ച്, അതുപോലെ പുതിയ യൂണിവേഴ്സിറ്റി നിയമം പുതിയതായി ഉണ്ടാകാൻ പോവുകയാണ്. മറ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റികൾ അടക്കം കേരളത്തിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയ ഈ കാര്യത്തിലെല്ലാം ഗൗരവതരമായി ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കും